ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഒരു ഡൗൺ ബേർഡ് ആയിരുന്നു. ഇന്നലെ അമേരിക്കയുടെ ആ ഒരു ഇഷ്യൂ, ലെബനനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇഷ്യൂ മാർക്കറ്റിൽ കിടന്നതുകൊണ്ട് നിഫ്റ്റി ഒരു ചെറിയൊരു ഇന്നലത്തെ GPന്റെ ലോവറിൻ്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി ഇന്നലത്തെ ലോവർ ലെവൽ കട്ട് ചെയ്ത് ഇന്നലത്തെ ലോ കട്ട് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടു. ഒരു ഡേഞ്ചറസ് സൈനായ ഒരു കാര്യമാണ്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റി. തിരിച്ച് IBക്കകത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലോസ് ആയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ കാട്ടി ബാങ്ക് നിഫ്റ്റി ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. ഡൗൺ ഡേ ട്രെൻഡ് ഡേയുടെ സ്ട്രക്ചറൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. POC നിൽക്കുന്ന 55,370 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ പൊട്ടിയെങ്കിൽ കൂടി അതിനകത്ത് കയറി ക്ലോസ് ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ട്. മിഡ് ക്യാപ്പ് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് അത്രയ്ക്കൊരു അനക്കമൊന്നും മിഡ് ക്യാപ്പ് തന്നിട്ടില്ല. മിഡ് ക്യാപ്പ് ഒരു ORR അപ്പായിരുന്നു. അത് തിരിച്ച് മാർക്കറ്റ് BPDയുടെ ഹൈയെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഒരു ORR അപ്പായിട്ട് തിരിച്ച് IBക്കകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു ബാലൻസ് ആണ്. ഇന്നത്തെ പ്രൊഫൈലിൻ്റെ അകത്ത് ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, ലോവർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ലോവർ ബ്രേക്ക് ചെയ്തു, പക്ഷേ അതിൻ്റെ മണ്ടയിൽ വന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റി അങ്ങനെയല്ല, നിഫ്റ്റി ബ്രേക്ക് ചെയ്തു, താഴെ തന്നെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. എനിക്ക് പറഞ്ഞാൽ ഒരു നെഗറ്റീവായ ഒരു സ്ട്രക്ചറിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് സ്ട്രക്ചറിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ ലെവൽ ട്രേഡ്, ഇന്നലെ കൊടുത്ത ലെവൽ ട്രേഡിംഗ് പ്രകാരം മാർക്കറ്റ് എന്തൊക്കെ സംഭവിച്ചു നോക്കാം. സോ മിഡ് ക്യാപ്പ് നമ്മുടെ ലെവൽ ട്രേഡിങ്ങിലെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസമാണ്. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മളെ ബെയറിഷ് റെഫറൻസ് കട്ട് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ് ഉണ്ടായിരുന്നു. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നമുക്ക് എന്ത് ചെയ്തു, നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് തേർഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ സെറ്റപ്പ് വേണമെങ്കിൽ പറയാം. പക്ഷേ വലിയൊരു റേഞ്ച് ആദ്യത്തെ 1 മണിക്കൂർ തന്നെ സംഭവിച്ചുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് വരാത്തത്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റ് തന്ന ദിവസമായിരുന്നു, ഒരു മൂവ്മെൻറ്റ് കിട്ടിയ ദിവസമായിരുന്നു നമുക്കിന്ന് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ മെൻറ്ററിങ്ങിലെ ട്രേഡ് സെറ്റപ്പിൽ നമുക്കിന്ന് നമ്മുടെ ഓപ്ഷൻസിൻ്റെ ടേബിൾ ഉണ്ട്. നമ്മുടെ യൂട്യൂബിലെ പ്രീമിയം കമ്മ്യൂണിറ്റി ഗ്രേറ്റ് ആൻഡ് ഹയറുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓപ്ഷൻസ് ടേബിളിൽ നിന്ന് കൃത്യമായിട്ട് എല്ലാ ടാർഗറ്റ് ഹിറ്റായിരുന്നു, ബാങ്ക് നിഫ്റ്റിക്ക് ആയിക്കോട്ടെ നിഫ്റ്റിക്ക് ആയിക്കോട്ടെ. അതേപോലെ നമ്മുടെ ലെവൽ കൃത്യമായിട്ട് ബാക്കി ആയിരുന്നു. പിന്നെ JPD ട്രേഡ് സെറ്റപ്പ് കിട്ടി, ജെയിംസ് ക്യാനിലെ ട്രേഡ് സെറ്റപ്പിൽ അതിലും പ്രോഫിറ്റബിലിറ്റി കിട്ടി, നല്ലൊരു ട്രേഡബിൾ കിട്ടിയ എന്നാൽ ഓവറാ ട്രേഡ് സെറ്റപ്പ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസം കൂടെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിക്സഡ് ആണെങ്കിൽ കൂടെ എല്ലാവർക്കും പ്രോഫിറ്റിൽ അവസാനിച്ചൊരു ദിവസവും കൂടെയായിരുന്നു ഇന്ന് മെൻറ്ററിങ് ആൻഡ് മെമ്പർഷിപ്പ് ബാച്ചുള്ളവർക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇനി എങ്ങോട്ട് പോയി നോക്കണം. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ നിഫ്റ്റി ഒരു നോർമൽ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ORR ഡൗൺ ഫെയിൽഡ് ആയിട്ട് മാർക്കറ്റ് വന്നതായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. POC നിൽക്കുന്ന 23,848 ഭാഗത്തേക്ക് POC. ഇപ്പം ഞാൻ ആദ്യം POC എന്ത് ചെയ്യുക, ആദ്യം ബെയറിഷ് റെഫറൻസ് കൊണ്ടുവരാം. ഇനി നമുക്ക് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 23,700 താഴെ ഇനി സെല്ലിംഗ് ആണ്. അത്രയാണ് 23,700 പൊട്ടയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. സോ നമ്മുടെ POC വന്നിരിക്കുന്നത് 23,848 ഭാഗത്താണ്. സോ 23,700 പൊട്ടയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരും, ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 23,655 ഭാഗത്തേക്ക് വരും. എത്രയാണ് 23,655 ഭാഗത്തേക്ക് വരും. അതിന് താഴെ നിൽക്കുമ്പോൾ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ 23,600, എത്രയാണ് 23,600 ഭാഗത്ത് 23,600 ഭാഗത്ത് 23,600 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ വരാം, തിരിച്ച് ഈ വാല്യൂ ഈ POC ആയി 23,528 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 23,700 പൊട്ടയാണെങ്കിൽ ഈ പറഞ്ഞ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൽ റിസൾട്ട് പോസിബിൾ ആയ ദിവസമാണ്. POC വന്നിരിക്കുന്ന 23,848 ഭാഗത്താണ് POC. ഞാൻ ആ POC 23,848 ഭാഗത്തേക്കുള്ള POC ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 23,900 മുകളിൽ 925 മുകളിൽ 23,925 മുകളിൽ നിഫ്റ്റിയുടെ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. ആ ബൈ എങ്ങോട്ട് പോകും, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,900
ഇവിടെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എ ഹാഫ് അല്ലെങ്കിൽ എല്ലിൻ്റെ ഹൈ 23,970 ഭാഗത്ത് എത്രയാണ് 23,970 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,010 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ 24,010 24,010 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോവാം 24,000 ഇവിടെ നിൽക്കുമ്പോൾ ഈ സിംഗിൾ പ്രിൻ്റ് 24,000 എവിടം വരെ വരാം 24,060 ഭാഗത്തേക്ക് എത്രയാണ് 24,060 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 24,920 മുകളിൽ വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ആയിരിക്കും കാണുന്നത്. എന്നാലും പക്ഷേ ഈ സിംഗിൾ പ്രിൻ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ വെച്ചൊരു സെല്ലിംഗ് പ്രശ്നം വേണമെങ്കിൽ മാർക്കറ്റിൽ വരാം. അതൊന്ന് നോക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മാർക്കറ്റിൽ ബാധിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഓവർ അപ്പായിരുന്നു ഫെയിൽഡായിട്ട് ഒരു നോർമൽ വേരിയേഷൻ ഡേ ആയിട്ടാണ് ഡൗൺ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. IB-ക്കകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വന്നതുകൊണ്ട് ഒരു നോർമൽ വേരിയേഷൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ടാർഗറ്റ് കിട്ടിയില്ല, പക്ഷേ ലെവൽ ട്രേഡിംഗ് പ്രകാരമുള്ള എല്ലാ ടാർഗറ്റും കിട്ടിയ ദിവസം കൂടെയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡേ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയിട്ട് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് 55,308 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC നിന്ന് മാർക്ക് ചെയ്യുക. ഇന്നലത്തെ POCയുടെ തൊട്ടടുത്ത് തന്നെ 55,308 ഭാഗത്തേക്ക് ആ POC കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിന് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കണം ഇതിന് താഴെയാണ്. എത്രയാണ് 54,700 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കും. എത്രയാണ് 54,700 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെല്ലിങ്ങിനെ കുറിച്ച് നിൽക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 54,572 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 54,572 ഭാഗത്തേക്ക് വരാം. 54,572 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുന്ന സമയത്ത് ഇത് 54,420 എന്ന് പറഞ്ഞാൽ ഈ POC എത്രയാണ് 54,420 ഭാഗത്ത് 54,420 ഭാഗത്തേക്കും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് എവിടെ വരാം 54,573 താഴെ എത്രയാണ് അടുത്തത് നിൽക്കണമെന്ന് വെച്ചാൽ S3 എന്ന് പറയുമ്പം 54,300 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 54,700 പൊട്ടേന് 572 420 300 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നാളെ മാർക്കറ്റ് ഈ 54,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC ഭാഗത്തേക്ക് ചാൻസ് ഉണ്ട്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 55,600 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ് 55,600 മുകളിൽ മാത്രമേ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോവാം 55,792 ഭാഗത്തേക്ക് പോകാം. എത്രയാണ് 55,792 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 55,971 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ 56,052 എത്രയാണ് 56,052 56,052 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയതുകൊണ്ട് നാളെ ഇന്നത്തെ ലോവർ ലെവൽ കട്ട് ചെയ്യണമെങ്കിൽ ആ ട്രെൻഡ് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായി. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി ഓവർ അപ്പ് ഫെയിൽഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഡേ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം. ഒരു ഓൾമോസ്റ്റ് ഒരു ട്രെൻഡിങ് സ്ട്രക്ചറാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത്. ഇനി നമുക്ക് വേണ്ട മിഡ് ക്യാപ്പ് ഒരു ഓവർ അപ്പ് ഫെയിൽഡ് സക്സസ് ആയ ദിവസമാണ്. ഫെയിൽഡ് ആയിട്ടില്ല. ഒരു പ്യുവർലി ഒരു ബാലൻസ് ഡേ ഞാൻ വേണമെങ്കിൽ പറയുന്നത് പക്ക ഒരു ബാലൻസ് ഡേ ആണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പക്ക ഒരു ബാലൻസ് ഡേ ആണ്. POC 13,180 ഭാഗത്തേക്കാണ് POC. ഞാൻ ആ POC ടച്ച് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു 13,180 ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് തട്ടി മുകളിലോട്ട് പോയ ദിവസമായിരുന്നു. ഇനി നോക്കേണ്ടത് 13,300 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ ഉള്ളൂ. എത്രയാണ് 13,300 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ട് പോകാം ബൈ ഫസ്റ്റ് ടാർഗറ്റ് 13,356 അത്രയാണ് 13,356 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,400 ഭാഗത്തേക്കും വരാനും തേർഡ് ടാർഗറ്റ് 13,456 13,456 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്. ബെയറിഷ് റെഫറൻസ് ഇപ്പോഴും സെയിം ആണ്. 13,100 പൊട്ടാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,059 സെക്കൻഡ് ടാർഗറ്റ് 13,000 തേർഡ് ടാർഗറ്റ് 12,964 ഭാഗത്തേക്കും പ്രതീക്ഷിക്കാം. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ആ ഒരു ട്രേഡ് സെറ്റപ്പ്. സോ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ഇതിനെ മീറ്റ് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ വരാൻ പോകുന്ന എപ്പോഴും ഈ വരാൻ പോകുന്ന ഏപ്രിലിൽ നിന്ന് വായി വരുന്നത് കുഴപ്പമില്ല. ഈ വരുന്ന ഏപ്രിൽ അതായത് ഇപ്പോൾ നടക്കുന്ന ഏപ്രിലിൽ
16-ാം തീയതി നമ്മുടെ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഇൻഡെപ്തായിട്ടുള്ള ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണേ. അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരാൻ പോകുന്ന ഏപ്രിൽ ഈ വരുന്ന ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഞാൻ യൂട്യൂബിൽ ഒരു ലൈവ് വരികയാണ്. വൈ മാർക്കറ്റ് പ്രൊഫൈൽ, ഹൗ ട്രേഡേഴ്സ് വിൽ ബെനിഫിറ്റ് യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എന്നാണ് സബ്ജക്റ്റ് വരുന്നത്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അതിൽ ചോദിക്കുക, ക്ലിയർ ആക്കിയതിന് ശേഷം മെൻറ്ററിംഗ് ബാച്ചിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി മെൻറ്റർഷിപ്പ് ബാച്ചിനെ കുറിച്ചും മെമ്പർഷിപ്പ് സപ്പോർട്ട് പ്ലാനിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സ്